ഹലോ, ഈ കേളംകൊല്ലിക്ക് റൈറ്റ് അല്ലേ? കേളംകൊല്ലിക്കാ? കേളംകൊല്ലിക്ക് റൈറ്റിലേക്ക് പോയാൽ ശരിയാവില്ല. ഇവിടുന്ന് നേരെ പോണം. ഇവിടുന്ന് നേരെ പോയ ഒരു ടി ജംഗ്ഷൻ കാണും. ആ ടി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോയാൽ മതി. അതാണ് കറക്റ്റ് വഴി. ഇതില് റൈറ്റ് ആണല്ലോ കാണിക്കുന്നത്. അല്ല ചേട്ടാ, റൈറ്റ് അല്ല, ലെഫ്റ്റ് ലെഫ്റ്റ്. ഇടത്തോട്ട് നേരെ പോയി കഴിഞ്ഞാൽ ഇടത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്ക് പോയാൽ മതി. തെറ്റാൻ ചാൻസ് ഉള്ള വഴിയാണ്, ചോദിച്ചു പോണട്ടാ. അല്ല, കേളംകൊല്ലിക്കല്ലേ? കേളംകൊല്ലിക്ക് ഒരാളുണ്ടല്ലോ, മൂപ്പരൊക്കെ ഇട്ടേ വഴിയിട്ടില്ല. ഉറപ്പാ? വിളിക്കട്ടെ? വിളിക്ക്. ഒരു മിനിറ്റേ. വിജയ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരു വണ്ടി ഉണ്ട് കേട്ടാ. വിജയ, നാട്ടിലൊക്കെ ഒരു വണ്ടി ഉണ്ട്, പോണണ്ടാ? ആണ്. ഒരു മിനിറ്റ് പൈസ ഒന്ന് കൊടുക്കട്ടെ. വേഗം വാ ചേട്ടാ, ഒന്ന് വേഗം. വെയിറ്റിംഗിലാണ്. സ്പീഡാ കേട്ടോ. വേഗം വായിച്ച ഏതാ വണ്ടി? ഇതന്നെ, വേഗം കയറ്. അടക്കി വേഗം കയറാൻ നോക്ക്. വിട്ടോ. എടി, അതെ, മിക്സി 2 ദിവസം വേണ്ടി കിട്ടുള്ളൂ. അതിന്റെ ബ്ലേഡ് ഇന്നത്തെ കുഴപ്പമുണ്ടെന്ന്. തൽക്കാലം നീ അമ്മീ മറക്കി. അമ്മീ മറക്കാൻ നീ വെച്ചേ, അത് ഞാൻ നിർത്തിക്കോളാം. എനിക്കൊരു കാർ കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെന്തുള്ളു? കേളംകുല്ലിലടയ്ക്കാ. ഇനി എങ്ങടാ? നേരെ പോട്ടെ. ഇതിലേ ഇതൊക്കെ പോകും, ടിപ്പർ പോണ വഴിയല്ലേ. നീ വെച്ചോടി, വെച്ചോ. ഞാൻ വിളിച്ചോളാം. ശരിയെന്ന് വെച്ചോ. AC ഓഫ് ആക്കിയാലോ? ഗ്ലാസ് താത്തി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് കാറ്റ് കിട്ടും. വെറുതെ നിന്നെ കാശുകളാണ്. ഇത് ഡീസലാ? ഇതിൽ പാട്ടില്ലേ? ഇതേത് വണ്ടി? പാട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ തന്നെ ഇതൊരു സുഖമാണ്. നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവും. രാത്രി കിടക്കുമ്പോൾ പാട്ടും കേട്ടിടുന്നുണ്ട് ഉറങ്ങണം. പിന്നെ കാലത്ത് എനിക്കും വേണ്ടല്ല ഒരു എന്നിട്ട് പറയാ, നല്ലൊരു ഇത്ത് കിട്ടും. കപ്പലിനാണോ? തൊണ്ടുകളഞ്ഞേരാ വേണോ? ഇയാൾ എന്തേ കാണിക്കുന്നത്? കളയടോ അത്. ആ തൊണ്ടൊക്കെ വണ്ടിക്കകത്താവും. എടുത്തു വെക്കടോ. നീ എന്നാ കോപ്പിനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഡ്രൈവിങ്ങിനാണെന്ന് അറിയില്ലേ? വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ചെയ്യുന്നത് എത്ര ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനെങ്കിൽ എത്തും. ദൈനം വിളിക്കരുത്. ഫോൺ വെച്ച് ഫോൺ വെക്കടി. ആ സീറ്റ് ബെൽറ്റ് ഇട്ടോ. ഇതിടാത്തോണ്ടല്ലേ? അതിടാത്തോണ്ടൊന്നുമല്ല, എൻ്റെ മിസ്റ്റേക്കാ. ഞാൻ പേടിച്ചു പോയി.
എന്താ സാറേ എന്താ നിർത്തിയേ? സാറേ സാറേ എന്താ സാറേ? ഇത് പഞ്ചറാണല്ലോ. ഇവിടെ മെക്കാനിക്കിനും കിട്ടുമോ? മെക്കാനിക്കാ? എന്തിനാ മെക്കാനിക്ക്? ഇത് മാറ്റണ്ടേ? മാറ്റാൻ എന്തിനാ മെക്കാനിക്ക്? ഇതിൽ ജാക്കിണ്ടാ? സ്റ്റെപ്പിനുണ്ടാ? ജാക്കി എടുക്ക്, ഇപ്പം ശരിയാക്കിയേ. കണ്ട ഇത്ര പണിയുള്ളു. അതിനാണ് സാറ് മെക്കാനിക്കിനൊക്കെ വിളിക്കാൻ പറഞ്ഞത്. വണ്ടിയുടെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ സ്റ്റെപ്പിനുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിന്റെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ സ്റ്റെപ്പിനില്ല സാറേ. പഞ്ചറായ ടയർ കൊണ്ട് തന്നെ ഓടണം. ഇയാള് നാടകക്കാരനാ? അയ്യേ, ഞാൻ കൽപ്പണിക്കാരനാ. എന്താ സാർ അങ്ങനെ വെച്ച്? ഓ ഒന്നുമില്ല, എന്റെ സ്റ്റെപ്പിന് ഡയലോഗ് കേട്ട് ചോദിച്ചതാ. ഈ സിനിമാക്കാരും നാടകക്കാരൊക്കെ ഇങ്ങനത്തെ ഡയലോഗ് എഴുതണതേ അവര് സമയം എടുത്തിട്ടാണ് സാറേ. 4 ചുമരുകൾക്കുള്ളിൽ നിന്നിട്ടാണ് അവര് ലോകത്തെ കാണുന്നത്. പക്ഷെ നമ്മൾ ഇമ്മാതിരി ഡയലോഗ് അടിക്കണതേ ജീവിതത്തിനാ. സാറ് കേളം കൊല്ലിക്ക് അടയ്ക്കാ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആന്റണി. പഞ്ഞിക്കാരൻ ആന്റണിയാണോ? വെളുത്ത കട്ടമീച്ചൊക്കെയുള്ള? ഏയ്, ഇയാൾ കറുത്തതാ. ഈ അടുത്തൊന്ന് താമസിക്കുന്നു. ആന്റണി അതെന്റെ വീടത്തിന് തൊട്ടടുത്താ. ആളെ മനസ്സിലായി. ഞാൻ കുറച്ചാൾ ഇവിടെ ഇല്ലായിരുന്നു, അതാ അറിയാതിരുന്നേ. പുറത്തായിരുന്നോ? പുറത്തന്നെ. അതിപ്പോ ജീവിതത്തിന്റെ ഒരു എന്തിട്ടാ പറയാ, ടിസ്റ്റ് അതല്ലേ? ടിസ്റ്റ്. എന്ത് ടിസ്റ്റ്? ഏയ് അത് വേണ്ട സാറേ. സാറിന് ബോറടിക്കാതൊക്കെ പറഞ്ഞ. അല്ലെങ്കിൽ വേണ്ട, പറയാല്ലേ, നേരം പോകണ്ടേ? സാറ് ലോട്ടറി എടുക്കാറുണ്ടാ? ലോട്ടറി ഒറ്റ നമ്പറിന് പോയടാ. സീരിയൽ നമ്പർ ഒക്കെ ആയിരുന്നില്ലേ? ആടാ, ഇത് നോക്കിയേ. ഏത് നമ്പറിനാ പോയത്? ഫസ്റ്റത്തേണോ അടുക്കത്തേണോ? അല്ല, ഇന്നലെ തെറ്റി 4ാമത്തെ നമ്പർ ആയിരുന്നേ. നീ എന്റെ ഫോൺ നന്നാക്കണ്ടേ? ഇവിടെ എന്ത് പണി വെച്ചാ കാണിച്ചത്? അത് ഓണായ സാധനല്ലേ? ഇതാ ഓണായത്. ഇന്ന് പോയരൊക്കെ അടുത്ത് നീ ആ മൂടിയോന്ന്. അതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല. ചെക്ക മര്യാദക്ക് പല്ല് വെച്ചോട്ടോ, വന്നാലും കിട്ടും എന്റെ കയ്യിന്ന്. എനിക്കേ പോയിട്ട് പണിണ്ട്, പല്ലേക്കണ്ട്. എന്തെങ്കിലും കാര്യം പറഞ്ഞ നീ വാട്ടാ, ശരിയാക്കി തരാൻ. ആയിക്കോട്ടെ.
ആ ഇവിടെ ഉണ്ടല്ലോ. ഡാ നിന്റെ ഫോൺ എന്ത് ഇന്നലെ തുടങ്ങി വിളിക്കണേണ്. ഇത് ചത്രക്കേ അത് പോയി. ആ ഷീജയ് ഒരു കട്ടൻ എടുത്തോട്ടാ. എന്താ സുരേഷ് ഏട്ടാ, സിന്ധു രാവിലെ ഒന്നും തന്നില്ലേ? ഒന്നും പറയണ്ടേ, ആകെ കയ്യിന്ന് പോയി. കട്ടൻ ഇത്തിരി കടുപ്പത്തിലെടുത്തോട്ടാ. ചെറിയൊരു പ്രശ്നം ഉണ്ടടാ. ഇന്നലെ അമ്മായിപ്പം കൊണ്ട് എന്റെ വണ്ടി ഇടിപ്പിച്ചെന്ന്. സുഖേട്ടനാ? എന്നിട്ട് പുള്ളിക്ക് പറ്റിയാ? പുള്ളിക്ക് എന്ത് പറ്റാൻ? പുള്ളിക്കൊന്നും പറ്റിയില്ല. പുള്ളി വണ്ടി കൊണ്ട് ഇടിപ്പിച്ചത് ഒരു പെങ്കൊച്ചന്റെ മേത്ത. അമ്മയും മോളും കൂടി നടന്നു വരുന്നു. പിന്നാലെ ചെന്ന് ഒരലക്കങ്ങടെ അലക്കി. കുറുത്തും പോലെ അമ്മക്കൊന്നും പറ്റിയില്ല. കൊച്ചിന് സീരിയസാ, ഐസിയുല. എന്ത് കഷ്ടം നോക്ക്. ഇതപ്പോ ഞാനൊന്നും അറിഞ്ഞില്ല. ഇന്നലെ ഒരു 7:30 ആയിട്ടുണ്ടാവും. നമ്മുടെ അമ്പലപ്പടിയിൽ വെച്ചെന്ന്. ഞാനിപ്പോ ആശുപത്രിയിൽ വന്നോളൂ. നീ വന്നൊന്നില്ലടാ. ആശുപത്രിയിലെ കേസ് ഞാൻ ഇന്നലെ റെഡിയാക്കിയിട്ടുണ്ട്. അതല്ല പ്രശ്നം. പിന്നെ ആ പടക്ക് ലൈസൻസ് ഇല്ലടാ. വാണ്ടഡ് ഇൻഷുറൻസും തെറ്റി കിടക്കുന്നു. ലൈസൻസ് ഇല്ലാത്തൊരു വണ്ടി എടുക്കാൻ പോയോ? എന്റെ കഷ്ടകാലം എന്ത് പറയാൻ. ഇനിയിപ്പോ എന്താ ചെയ്യാ? പണിയാ. ഇന്നലെ വന്ന പോലീസുകാരുടെ കൂട്ടത്തില് നമ്മുടെ ബാവൂട്ടനുണ്ടായിരുന്നു. പുള്ളിനെ മാറ്റി നിർത്തി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ പുള്ളി പറഞ്ഞത് അവർ കേസിന് പോയാ പണിയാണെന്നാ. ഒന്നിലും പറഞ്ഞു കോംപ്രമൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജന്റിനെ കണ്ട് നേരത്തെ കാശ് അടിച്ചായിട്ട് രേഖ ഉണ്ടാക്കണം. വണ്ടി ഓടിച്ചത് ഞാനാണെന്ന് പറയണം. എസ്ഐനോട് പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചവിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കാശ് കൊടുത്ത് നടക്കൂടാ. പക്ഷെ കോംപ്രസിന്റെ ആരും ഇപ്പൊ നടക്കൂല. കൊച്ചിന്റെ കാര്യം ക്രിട്ടിക്കലാ. എടാ നീ ആ കാശും എടുത്തേ. ഇന്നലെ പറഞ്ഞില്ലേ നീ 20,000 രൂപ കേസ്? എടാ അവള് കുറി വിളിച്ച കാശാണ്. ബാത്റൂം പണിയും വെച്ചേക്കണാണ്. അടുത്ത മാസം 4-ാം തീയതിടാ. വേറെ കാശ് കിട്ടാണ്ടേ. കയ്യിലുണ്ടായിരുന്ന കാശ് ഹോസ്പിറ്റലിൽ ചെന്ന ഒഴിക്കാനെ തീർന്നു. പിന്നെ രാത്രി പെട്രോൾ പമ്പ് എടുത്തുന്ന ബോസേട്ടനില്ലേ, പുള്ളിയുടെ കയ്യിൽ നിന്ന് 5,000 രൂപ മേടിച്ച്. അവളുടെ മാലയും കൊച്ചിന്റെ കമ്മലും കയ്യിലുണ്ട്. അത് വെച്ചൊന്നും ആവൂല. അമ്മായിപ്പൻ്റെ കയ്യിലൊരു കോപ്പൂരും നിനക്കറിയാല്ല. നീ ഇതങ്ങെടുത്ത് തൽക്കാലം ഒന്ന് പിടിച്ചു കിട്ടണ. ഒന്നും പറയണ്ട തങ്കു. എന്താന്ന് വെച്ചാ പറയ്. ഓ എന്തേ? എന്റെ വണ്ടി ഉണ്ടല്ല, എന്റെ അമ്മായിപ്പനറിയാല്ല. സുരക്ഷേ, ആരെടുത്ത് ബാക്കി പോന്നാലുള്ളൂട്ടാ. അത് കുഴപ്പമില്ലടാ. എണ്ണിയോക്കടാ. നീ പോടാ അവിടെ നിന്ന്. തങ്കു പോട്ടേട്ടാ. അയച്ചോക്കെന്തായാലും പറ്റിയ സുരേഷ് ഏട്ടാ? അത് പോയടി, കടലാസ് ചുട്ടിക്കുട്ടികളായി പോയി. നീ പേടിക്കണട്ടാ. 4-ാം തീയതി കാശ് തരാം. അത് കുഴപ്പമില്ല സുരേഷ് ഏട്ടാ, കാര്യങ്ങൾ നടക്കട്ടെ. അത് ശരിയാണല്ലോ. പത്ത് പൈസ ഇട്ടുമ്പോഴേക്കും നാട്ടുകാരെ മൊത്തം അറിയിച്ചോളൂ. എന്നിട്ട് കുട്ടിക്ക് കുഴപ്പമൊന്നും ഏയ് കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അടുത്ത ആഴ്ച തന്നെ കുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. അവന്റെ വണ്ടിയുടെ ഇൻഷുറൻസ് പേപ്പർ റെഡിയായി. എനിക്കെന്റെ കാശ് കിട്ടിയില്ല. കുറച്ച് മതി. അവൻ പറഞ്ഞു 4-ാം തീയതി 10-ാം തീയതി ഒരുപാട് കഴിഞ്ഞ്. ചോദിക്കുമ്പോഴൊക്കെ പല ഡേറ്റുകളും മാറ്റി പറഞ്ഞു അവൻ സ്കൂട്ടാക്കും. അങ്ങനെ 8 മാസം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞ് എനിക്കെന്റെ കാശ് കിട്ടിയില്ല. ഓടിയ സംഗതി സീനായി. നീ ഇവന് പൈസ കൊടുക്കാണ്ടാ? പൈസ കൊടുക്കാനെങ്കിൽ ഇവിടെ തല്ലുടിക്കുന്നത് സത്യം. ഞാൻ അത് ഇവനാണത്. ചെവിടടിച്ചാൻ പൊടിക്കും ഞാൻ. തല്ലോ നടക്കണവൻ. എത്ര കാലാടാ കൂടെ നടക്കണേ? നാണുണ്ടോ നിനക്ക്? കാശ് പിടിച്ചാൽ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പരസ്യമായിട്ട് ഇങ്ങനെ തന്തക്കുള്ളിയേക്കേണ്ടി വരും. നിനക്ക് എന്തോന്റെ കാശ് കൊടുക്കാൻ പറ്റും? ഒറ്റ വാക്ക്. അത് സത്യമായിട്ട് ഞാൻ പറയണേ. വർത്താനം നിർത്ത്. ഡേറ്റ് പറ. പറ്റണ ഡേറ്റ് പറഞ്ഞാൽ മതി. വന്ന 12-ാം തീയതി കൊടുക്കാം. ഉറപ്പുള്ള പറ്റണതേ പറയാവൂ.
വിജയ ഇന്ന് 3-ാം തീയതി 9 ദിവസമുണ്ട്. സുരേഷേ 12-ാം തീയതി നീ കാശ് കൊടുക്കണം. 12-ാം തീയതി ഇവൻ കാശ് എന്തിനു നീ എന്നെ വിളിച്ചോ, ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം. നീ പോ ചെല്ല്. മാറാണ്ട് നിങ്ങൾ പിന്നീട് അങ്ങോട്ട് 12-ാം തീയതി വരെ ആകെ കലിപ്പിലായിരുന്നു. ഞാൻ മാത്രല്ല, ഷീജയും. ഇതുവരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് എടുത്തോടത്ത് കൊണ്ടുവന്ന് നോക്കില്ല. എല്ലായിടത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചത് ബാക്കിയുള്ള തന്നെ പണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പുസ്തകം കൊണ്ടുവന്ന് വെച്ചാൽ കണ്ടിട്ടില്ലേ, ആവശ്യമുള്ള സമയത്ത് പുസ്തകം എടുക്കുമല്ലോ പഠിക്കുമല്ലോ. എച്ചടാ എച്ചടാ മര്യാദയ്ക്കും എല്ലാം തിന്നിട്ട് പോയി കിടന്നിറങ്ങാൻ നോക്കടാ. മീൻകറി നിന്റെ കഴിക്കലിറക്കാം കൂടെ. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഏതൊരാൾക്കും കലിക്കും. അവള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശായതുകൊണ്ട് അവളുടെ കൽപ്പിന് കുറച്ച് എന്താ പറയാ, കുറച്ച് ഈ സ്ട്രോങ് കൂടും. എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാശിന്റെ ആവശ്യത്തെക്കാളും കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുത്തത് വാശിക്കായിരുന്നു. അതെ, നീ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഭക്ഷണം കഴിക്കണ്ടേ? പോയി കയ്യ ഒന്ന് ഭക്ഷണം കഴിച്ച. നീ വരാൻ എനിക്ക് മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100. സത്യേട്ടാ, ഞാൻ മില്ലിലുണ്ട്. ഞാൻ വിജയനാണ്. വിജയൻ പറക്കാട്ട് വിജയൻ. എന്താടാ ഇന്ന് 12-ാം തീയതി സമയം 5 മണി കഴിഞ്ഞു. എനിക്ക് എന്റെ പൈസ ഇട്ടില്ലാട്ടാ. ഏത് പൈസ? നീ എന്തുട്ടി പറയണേ? നിങ്ങളല്ല പറഞ്ഞത് സുരേഷ് എനിക്ക് തരാനുള്ള പൈസ നിങ്ങൾ മേടിച്ചു തരാന്ന്. അവൻ തന്നില്ലേ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞല്ലേ? അവൻ തന്നില്ലേട്ടാ. എന്റെ കാശ് അവിടെ. അതാണ് കാര്യം. അപ്പൊ ഇതൊരു പൈസ തല്ല. കഷ്ടം വിജയ, അവൻ പൈസ തന്നില്ലെങ്കിൽ ഞാൻ എന്തുട്ട് ചെയ്യാനാടാ? നീ എന്താ ഡീലേ? ഞാനും മീറ്റിങ്ങില്ല. നീ പോ മറ്റേ. എനിക്ക് എന്റെ കാശ് വേണ്ട. എനിക്ക് എന്റെ കാശ് വേണ്ട. ആ കാശും കൂടി നീ നക്കിക്കൊടന്നായേ. എന്നിട്ടേ നീ നക്കിക്കോ. വളർന്നു പറഞ്ഞിട്ടില്ലത് ഇതിന്റെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കടാ കുറച്ച്. എന്നിട്ടത് അതിനെ നീ കൊണ്ടുവരുന്ന നീ വിക്കടാ. അവൻ എന്നെ എന്റെ കാശ് മേടിച്ചിട്ട് അവൻ എന്നെ വീട്ടിൽ വിളിച്ചിട്ട് തന്നോട് പന്നി. എന്നറിയില്ല അവന്. സുരേഷ് 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 സുരേഷ്
അവൻ പോയി സാറേ. അവൻ്റെ ജീവന് ഞാനിട്ട വില വെറും 14,000 റുപ്യ. കോടതി എനിക്കിട്ട വില ജീവപര്യന്തം. പിന്നെ 8 വർഷം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിട്ട്. അങ്ങനെ ഒരു ലോട്ടറി എനിക്ക് കിട്ടി സാറേ. കണ്ണൂരായിരുന്നു. ഇപ്പം ഇറങ്ങിയിട്ട് 4 മാസമായി. നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ചാടിയ കുട്ടിയില്ലേ, അതവൻ്റെ മോളാ. അന്ന് ആ കുഞ്ഞിൻ്റെ മുഖത്ത് കണ്ട ആ പകപ്പ് ഇപ്പോഴും അതിൻ്റെ മുഖത്തുണ്ട് സാറേ. അതിന് മാറില്ലായിരിക്കും അല്ലേ? സാർ വണ്ടി എടുക്ക്, നേരം കളയണ്ട. കടം വാങ്ങണത് വല്ലാത്തൊരു ഗതികേടുകൊണ്ടാണ്. ഈ കടം വാങ്ങണവരൊക്കെ അത് തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ് അത് വാങ്ങാറ്. പക്ഷെ പലപ്പോഴും അത് നടക്കാറില്ല. എന്താ കാരണം? അവരെ തിരിച്ചു തരാണ്ടാവില്ല. ഉണ്ടെങ്കിൽ തരൂലേ? ഇല്ലാത്തോണ്ടാ. നിർത്തരുത്. വഴി എത്തിയ ഇല്ല. ആ സാറേ, ഈ വലത്തോട്ടുള്ള റോഡ് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു റോഡ് പോകണതാണ്. ഫസ്റ്റ് ലെഫ്റ്റ്. അവിടുന്ന് 1, 2, 3, 4ാമത്തെ വീട്, ഒരു പണി തീരാത്ത വാർക്ക് വീട്. അതാണ് സാറ് പറഞ്ഞ ആൻ്റണിയുടെ വീട്. ഞാൻ ഇവിടെ ഇറങ്ങിക്കോട്ടെ. ഈ കവറൊക്കെ താഴെ പോയില്ല. ആ സാറേ, ഇവിടുന്ന് ഒരു 2 വളവ് കഴിഞ്ഞ് എൻ്റെ വീടായി. വന്നവർ വെള്ളം കുടിച്ചിട്ട് പോവാ. വരണണ്ടാ? ഓ, എന്താ സാറേ തിരിച്ചോട്? സാറേ അങ്ങോട്ടല്ല ഇങ്ങോട്ട്, ഇവിടേക്ക്. സാറേ സാറേ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. കുഴപ്പമില്ല, അവനെ പിന്നെ കണ്ടോളാം. ഓക്കെ. ആ പറയ്. ഇച്ചാൻ എവിടെയാ? ആന്റണിയെ കണ്ടോ? കണ്ടു. ആണോ? അവൻ എന്നാ പറഞ്ഞു? അല്ല, ഞാൻ വന്നിട്ട് പറയാം. മെല്ലെ വന്നാൽ മതി കേട്ടോ. ശരിയെന്നാ, നീ ഫോൺ വെച്ചോ. തിരിവുകളാ ഇരവകലും പുലരിവയിൽ നീവാ കഥവഴിയിൽ നിറമണിയും ഒരു ചെറുകനവായി നീവാ മൃദു നോവറിഞ്ഞ ചെറുജീവൻ
വിറയാർന്ന കുഞ്ഞു ചിരിയോടെ